കിട്ടും. ഹിജറ 448 കഴിഞ്ഞിട്ട് ഒരു 150 കൊല്ലം പിന്നിട്ട ശേഷം, ഒരു 1.5 നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം ഹിജറ 597 ഈജിപ്തിലുണ്ടായ വമ്പിച്ച വരൾച്ചയും കൊടിയ ക്ഷാമവും, അന്നത്തെ ആ ക്ഷാമത്തിന്റെ ഏറ്റവും വലിയ പരിണതികളും അതിന്റെ ഭയാനകമായ ബീഭത്സമായ രൂപങ്ങളും മഹാനായ ഇബ്നു കസീർ തങ്ങൾ, വലിയ ചരിത്ര പണ്ഡിതനായ ഇമാം നബിയുടെ മഹാഗുരു അല്ലാമ അബൂശാമ തന്റെ ദൈലിൽ ഉദ്ധരിച്ചുകൊണ്ട് എടുത്തുദ്ധരിച്ചുകൊണ്ട് ചരിത്രം വിവരിക്കുകയാണ് വളരെ വിശദമായിട്ട്. ഈ ഹജറ 597 ജിദ്ദൻ, വല്ലാത്ത വിലക്കയറ്റവും ക്ഷാമവുമാണ് അന്ന് ഈജിപ്ഷ്യൻ മണ്ണിൽ സംഭവിച്ചത്. ഫഹലക ഖൽഖുൻ കസീർ ജിദ്ദൻ മിനൽ ഫുഖറാഇ വൽ അഗ്നിയാ, നിർധനന്മാരായ പട്ടിണി പാവങ്ങൾ മാത്രമല്ല പണമുള്ളവന്മാരും അടക്കം ധാരാളം മനുഷ്യന്മാർ, ധാരാളം ജിദ്ദൻ, വളരെ ധാരാളം ആളുകൾ അതിൽ നശിച്ചുപോയി, ചത്തൊടുങ്ങിപ്പോയി. ഇതിനുടനെ പിന്നീടുണ്ടായത് വമ്പിച്ച നാശമാണ്. ഇമാം നബവിയുടെ ഗുരുവര്യർ അല്ലാമ അബൂശാമ 600 ജീവിച്ച മഹാനാണ്, ഈ കാലത്ത് ജീവിച്ച മഹാനാണ്. അക്കാലത്ത് ജീവിച്ച ചരിത്ര പണ്ഡിതനായ അദ്ദേഹം തന്റെ ദൈൽ എന്ന കിതാബിൽ പറഞ്ഞത് വെച്ചിട്ട് അദ്ദേഹം പറയുന്നു, അന്നൽ ആദില, അന്നത്തെ ഏറ്റവും വലിയ മുസ്ലിം ഭരണാധികാരി, ഈജിപ്തിന്റെ ആധിപത്യമടക്കമുള്ള ഒരു വലിയ പ്രവിശ്യയുടെ അധികാരിയായുണ്ടായിരുന്ന ആദിൽ, നീതിമാനായിരുന്നു അദ്ദേഹം. പേരും ആദിൽ, നൂറുദ്ദീൻ ആദിൽ. ആ നീതി കൊണ്ടുവന്ന സ്ഥാനപ്പേരായത്. അദ്ദേഹം വമ്പിച്ച നീതിയുള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പോലെയുള്ള മഹാനായിരുന്നു. അദ്ദേഹം കഫന മിൻ മാലിഹി ഫീ മുദ്ദത്തി ശഹർ, ഒരൊറ്റ മാസക്കാലം കൊണ്ട് തന്റെ ധനം ചെലവഴിച്ചിട്ട് നഹ്വം മിൻ 120,000 മയ്യിത്ത്, 2,20,000 മയ്യത്തുകളെ കഫൻ പുടാണിയിക്കാൻ ഒരൊറ്റ മാസത്തിൽ പണം ചെലവഴിച്ചത് അന്നത്തെ ഈ അധികാരി ആദിലാണ്. ഒരാളുടെ ചെലവിൽ കഴിച്ചായി പറയുന്നത് 2,20,000 മയ്യത്ത്. പട്ടിണി മരണം എന്ന് കേട്ടില്ല നിങ്ങള്? പട്ടിണി മരണം പല വിധമുണ്ട്. പട്ടിണി കടന്നിട്ട് ഉള്ളുക്കൊന്നും ചെല്ലാതെയുണ്ട് ഒരു മരണം. മരുഭൂമിയിൽ പോയിട്ട് അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ജാഹിലിയത്തിൽ അങ്ങനെ മരിച്ച എത്ര മനുഷ്യന്മാർ ചരിത്രമുണ്ട്. വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ മരിച്ചാനായിട്ട് മരുഭൂമിയിലാണ്ട് കടന്നു കൊടുക്കത്താ നശിക്കാന്ന് പറയാ, അങ്ങോട്ട് മരിക്കന്നെ. കൃത്യമായ പട്ടിണി മരണം. ഇനി പോഷകമൂല്യങ്ങളില്ലാതെയും ആഹാരങ്ങൾ കിട്ടാതെയും അതിലെ അംശങ്ങൾ കിട്ടാതെയും രോഗികളായി മരിക്കുന്ന അതും പട്ടിണി മരണ. അതും കൂടി കൂട്ടിയ പട്ടിണി മരണങ്ങൾ ലോകത്ത് ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ഇത് തിന്നാൻ കിട്ടാതെ, വെള്ളം കിട്ടാതെ, കുടിക്കാൻ കിട്ടാതെ മരിച്ച 2,20,000 ആളുകളെ അന്നത്തെ ഭരണാധികാരി മിസ്റിന്റെ അധിപൻ ആദിൽ മാത്രം സ്വന്തം ചെലവിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ചെലവിൽ നിന്ന് കഫൻ കുടാണിയിച്ചു എന്ന് പറഞ്ഞാൽ എന്താ നില? പട്ടികളെ മനുഷ്യൻ തിന്നു, ശവങ്ങൾ മനുഷ്യൻ മാന്തി തിന്നു. അള്ള ദുർബന്ധിതാവസ്ഥയിൽ ശവം ഹലാലാക്കിയതിന്റെ, പട്ടി ഹലാലാക്കിയതിന്റെ ഒക്കെ അവസ്ഥ അപ്പോഴേ ബോധ്യമാകൂ. നിങ്ങൾ ദുർഗന്ധമായില്ല മൗതുരിർത്തും, നിഷേധിക്കപ്പെട്ട ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ പറഞ്ഞിട്ട്, ശവമടക്കമുള്ളത് പറഞ്ഞിട്ട് അള്ള പറയുന്നുണ്ട് ഇല്ല മൗതുരിർത്തും, ഗത്യന്തരമില്ലാതെ വന്നാൽ തിന്നാൻ കേട്ടോ. ഒന്നും കിട്ടാതെ വരുമ്പോൾ തിന്ന ആ ഗത്യന്തരമില്ലാത്ത നിലയിൽ അന്ന് പട്ടികളെ തിന്നു, ശവങ്ങളെ തിന്നു. ഇക്കൊല്ലത്തിൽ പട്ടികളെ തിന്നു പോരാ, മുല കുടിക്കുന്ന മനുഷ്യ കുഞ്ഞുങ്ങളെ, ഓടിക്കളിക്കുന്ന മനുഷ്യ കുട്ടികളെ മനുഷ്യൻ എടുത്തിട്ട് അറുത്തിട്ട് മുറിച്ചിട്ട് വലിച്ചിട്ട് തിന്നുവോ? കുറച്ചൊന്നുമല്ല, ധാരാളം തിന്നു. എത്രത്തോളം യശ്വീഹി വാലിദാഹു വയൗകുലാനിഹി, ഉമ്മിം ബാപ്പിൻ ചെറിയ കുട്ടികളെ പിടിച്ചിട്ട് ചുടുന്നു, ചുട്ടിട്ട് ആ കുഞ്ഞുങ്ങളുടെ മാംസം തിന്നുന്നു. മാതാപിതാക്കൾ ജീവിക്കണ്ടേ, നിക്കണ്ടേ, പൊരിയിട്ട് നിക്കണ്ടേ? പൊരിഞ്ഞിട്ട് നിൽക്കാതെ വരുമ്പം കുട്ടിയാണ്, മോനാണ്, എന്റെ കുട്ടിയാണ്, ഞാൻ പെറ്റതാണ് എന്ന് മറന്നിട്ട് മാതാപിതാക്കൾ സ്വന്തം കുഞ്ഞുങ്ങളെ ഓൽക്കേതായാലും ജീവിക്കണ്ടല്ലോ, വരുന്നല്ലുള്ളൂ, നമ്മൾ വല്യോലല്ലേ ജീവിക്കണ്ടി, കുടുങ്ങിയാലോ, ഇവർക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവരുടെ മാംസം പിടിച്ചിട്ട് ചുട്ടിട്ട് തിന്നുന്നു.
വകസുറ ഹാദാ ഫിന്നാസ്, ഇത് സാധാരണമായി മാറി മനുഷ്യരിൽ. ഹത്താ സ്വാറ ലാ യുൻകറു ബൈനഹും, അരുത് എന്നത് പറയപ്പെടാൻ പറ്റാത്തവണ്ണം, മോശമാണ് എന്നത് പറയപ്പെടാൻ പറ്റാത്തവണ്ണം ഇത് നാട്ടുകാരിൽ സമ്പ്രദായമായി മാറി. കാരണം അരുത് എന്ന് പറഞ്ഞാൽ ബാക്കി പറഞ്ഞു കൊടുക്കണ്ടേ? മഹാമോശാടോ ചെയ്യുന്നത് എന്റെ കുട്ടികൾക്ക്, പിന്നെന്താടോ കാട്ടുകയെന്ന് ചോദിക്കും. പിന്നെന്താടാ കാട്ടുമെന്ന് ചോദിക്കുമ്പോ പിന്നെ മനുഷ്യൻ നിൽക്കുവോ? പിന്നെ എന്ത് ചെയ്യും തിന്നാൻ? വല്ലതും വേണ്ടേ? പുല്ലില്ല, മണ്ണില്ല, ചെടിയില്ല, ഇലയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. വെള്ളം കുടിച്ച് പള്ള നിറക്കാൻ വയ്യാന്നല്ലേ അതിന്റെ അർത്ഥം. കല്ല് വെച്ച് കെട്ടിയിട്ട് പൊറുതിയേടാക്കാൻ, പൊറുതി വരുത്താൻ കഴിഞ്ഞില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. ഈ വിധത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കാൻ കഴിയാതെ മുട്ടിയിട്ട് മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ ചുട്ടിട്ട് മാതാപിതാക്കൾ തിന്നുതട വരെ എത്തി. പിന്നെ അവർ കുഞ്ഞുങ്ങളും തീർന്നപ്പോ പിന്നെ തമ്മിൽ കൊല്ലാൻ സൂത്രം പ്രയോഗിക്കാൻ തുടങ്ങി. നോക്കൂ, നമുക്ക് ചിരിയും വരൂ, ചിന്തിക്കുമ്പോൾ കണ്ണീരും വരൂ. ഇതൊക്കെ ഒരു നിലക്ക് സംഭവിക്കുന്നതാ. ഈജിപ്ത് എന്ന് പറഞ്ഞ മിസ്ർ, എന്താണ് ആ പാദത്തിന്റെ അർത്ഥം? വലിയ നഗരം. അതിന്റെ അപ്പുറം അറബി ഭാഷയിൽ ഒരു നഗരത്തിന് പറയാൻ ഒരു പദമല്ല. നഗരം വലുതായി 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 ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിയാൽ നമ്മളെ ഭാഷയിൽ എന്താ പറയാ? നമ്മളെ ഭാഷയിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭാഷയിൽ കോർപ്പറേഷൻ കഴിഞ്ഞില്ലേ? കോർപ്പറേഷൻ എന്നാണ് കഴിഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ. നമ്മുടെ സംസ്ഥാനത്തിന്റെ എത്ര കോർപ്പറേഷനാ? കുറച്ചുള്ളൂ. ഒരു വിരലിന്റെ കൈകൊണ്ട് എണ്ണാനുള്ളൂ ആകെ സംസ്ഥാനത്ത് കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ ഒരു കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ. ഞാൻ അതിന്റെ അപ്പുറം ഒരു നഗരം വലുതായ എന്താ പറയാ? പദല്ല. ഇതുപോലെ അറബിൽ ഒരു വലിയ നഗരത്തിന്റെ ഏറ്റവും വലിയ വ്യാപ്തിയിൽ, പ്രൗഢിയിൽ അതിനെ പറയാൻ ഉപയോഗിക്കുന്ന വാഗ മിസ്ർ. അത് എന്ന് പേര് പറയാൻ തുടങ്ങുന്നു? ഫറോവമാരുടെ കാലത്തും മിസ്റിന്റെ പേര് മിസ്ർ. ആലോചിക്കണങ്ങള്, മിസ്റിന്റെ പേര് മിസ്ർ എന്ന് ഫറോവമാരുടെ കാലത്ത് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രിസ്താബ്ദത്തിന്റെയും BC-യുടെയും ഒക്കെ ആ കാലത്ത് അളക്കേണ്ട വിധം നോക്കിയാൽ അന്നേ വലിയ നഗരമായിട്ടുള്ള മിസ്റിൽ സംഭവിക്കുന്ന സംഭവമാണ്. മനുഷ്യന്മാർ അവരുടെ പൊന്നും മക്കളെ ചുട്ട് തിന്നിട്ട് കുട്ടികളെ കിട്ടാൻ പറ്റാത്ത വിധം വന്നപ്പോ പിന്നെ അവർ കിട്ടുന്നവരൊക്കെ ഊക്കുള്ളവനൊക്കെ ഊക്കില്ലാത്തവനെ തിന്നാൻ തുടങ്ങി. വലിയ മല്ലനും ശക്തനുമായ ഒരാൾ, ബലമുള്ള ഒരാൾ ദുർബലനെ കിട്ടിയാൽ അർക്കും തിന്നും. അർക്ക തിന്ന, ചുടണ്ട, പച്ച മാംസം തിന്നും. എന്തെങ്കിലും ആത്തേക്ക് കിടക്കണ്ടേ? ആള് ആ പള്ളന്റെ ഉള്ളില്. നമ്മൾ ഇടക്ക് വെള്ളം കൊടുത്തിട്ടാ, ഇടക്ക് ചോറ് കൊടുത്തിട്ടാ, ഇടക്ക് പലതും കൊടുത്തിട്ടാ. ഒരു ലേശം ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ 14 മണിക്കൂർ പട്ടിണി കിടക്കുമ്പോ ആ പട്ടിണി ശരിയായ രീതിയിൽ നമ്മൾ അനുഭവിക്കുന്നില്ലേ? ഇങ്ങനെ ദിവസങ്ങളോളം സാധനമില്ലാതെ, കല്ലില്ലാതെ, കിട്ടുന്ന ഒന്നുമില്ലാത്ത വിധം മനുഷ്യന് തിന്നാൻ പറ്റുന്നത് കിട്ടാത്ത വിധം വരുമ്പോ അപ്പ ഇറച്ചി എന്നറിയുമ്പോ ഏതിറച്ചി നോക്കും? ഇപ്പൊ നമ്മൾ വിലക്കുന്നത് നോക്കുന്നതൊക്കെ വേറെ കിട്ടിയിട്ടാ. അപ്പൊ വിലക്കുള്ളത് നോക്കും. വിലക്കപ്പെട്ടതിൽ ഏറ്റവും മൂക്കുള്ള വിലക്കപ്പെട്ടതല്ലേ മനുഷ്യൻ? അതും തിന്നും. അതിലേറ്റവും വീര്യപ്പെട്ടതല്ലേ മക്കൾ? അതും തിന്നും. സമസൃഷ്ടികളെ പിന്നെ തിന്നാൻ തുടങ്ങി. എത്രത്തോളം എന്നറിയുമോ? ചിലപ്പം വിരുന്നുണ്ടാക്കും, തക്കരിക്കും. ഇവിടെ എന്തിന്റെ ലേശം ചോറ് നന്ന് വിളിച്ചുകൊണ്ടിട്ട് അവനെ ചോറാക്കും. ഓനെ പിടിച്ചിട്ട് ചോറാക്കും. അറുത്തിട്ട് അവന്റെ മാംസം തിന്നും. തക്കരിച്ചു കൊണ്ടുവന്നിട്ട് അവന്റെ മാംസം തിന്നുക. അതെത്രത്തോളം എത്തി എന്നറിയോ? ഏതാനും ആൾക്കാരുടെ അടുക്കൽ അവരങ്ങനെ തിന്നത് 400 തലകളുണ്ടായിരുന്നു. 400 മനുഷ്യത്തല. 400 മനുഷ്യത്തല വിരുന്ന് തക്കരിച്ച് തിന്നാൻ കൊണ്ടുവന്നിട്ട് അവരെ ശാപ്പിട്ട വിധത്തിൽ പട്ടിണി, അഭ്യുതം, ക്ഷാമം, വരൾച്ചയുടെ ദുരന്തം പോരാ. അന്നത്തെ നില രോഗികളിലേക്ക് വിളിച്ചുകൊണ്ടുപോകുന്ന ആട്ടേതന്മാര്. അന്നത്തെ കാലം എങ്ങനെയാണല്ലോ? അന്നത്തെ കാലം വേണ്ട, നമ്മളെ കുട്ടിക്കാലത്തും അങ്ങനെയാണല്ലോ. ഡോക്ടർമാരത്തേക്ക് അങ്ങോട്ട് ചെല്ലലില്ല, നാട്ടുവൈദ്യന്മാരെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടല്ല രോഗിന്റെ അടുത്തേക്ക്. അതായത് രോഗിക്ക് അങ്ങോട്ട് പോകാൻ വയ്യാതാവുമ്പോഴാണ് ഇങ്ങനെ ഡോക്ടർമാരെ നോക്കുക.
ആ നാട്ടുവൈദ്യരെ കൊണ്ടുവരുമ്പോ നാടി പിടിച്ചു നോക്കും. ഇങ്ങനല്ലേ? അങ്ങനെ നാട്ടുവൈദ്യന്മാരെ പിടിച്ചു കൊണ്ടുവരും. എന്തിന്? ഇന്ത്യയുടെ പട്ടിണിയേറ്റ് രോഗിയായി കിടക്കുക, ഒരാൾ ഒന്ന് നോക്കണോന്ന്. അങ്ങനെ വിളിക്കപ്പെടുന്ന ആ ഡോക്ടർമാരിൽ വൈദ്യന്മാരിൽ അധികവും ഓല വിളിച്ചുകൊണ്ടേറ്റ് തിന്നും, ഓല വിളിച്ചുകൊണ്ടേറ്റ് അറുത്തിട്ട് തിന്നും. വൈദ്യന്മാരെ വിഷാക്കുക. വൈദ്യന്മാരെ മനുഷ്യന്റെ ജീവന് രക്ഷ നൽകുന്ന സുരക്ഷാഭടന്മാരാണ് വൈദ്യന്മാർ, ഡോക്ടർമാർ. ആ ഡോക്ടർമാരെ വിളിച്ചുകൊണ്ടുപോയിട്ട് അറുത്ത് തിന്ന. എന്നിട്ട് അദ്ദേഹം തുടരെ കഥ പറയാ, ഒരു മനുഷ്യൻ ഒരു വൈദ്യനെ വിളിച്ചിട്ട് ഡോക്ടർമാരും വൈദ്യന്മാരും ഇങ്ങനെ തിന്നല്ലേ, ഇപ്പൊ ഇയാൾക്ക് പോകാൻ പേടിച്ചിട്ട് പറയല്ല, എന്തെങ്കിലും കയ്യിൽ വല്ലതും കിട്ടുമോ നോക്കാന്, അവിടെങ്കിലും വല്ലതും തരുമോ നോക്കാന് പോയേ പറ്റൂ. ഇയാള് പോയിട്ട് പോകുമ്പോ ഈ വിളിച്ചുകൊണ്ടുപോകുന്ന മനുഷ്യൻ വഴിയിൽ കാണുന്നവർക്കൊക്കെ സദക്ക ചെയ്യാ. പണം കൊടുക്കുന്നു. ആർക്ക് വേണം പണം? ആർക്കാണപ്പൊ പണം വേണ്ടത്? തിന്നാ സാധനം ഇല്ലെങ്കിൽ ആർക്കാ പണം വേണ്ടത്? പണം കൊടുത്താൽ സാധനം കിട്ടൂലെന്ന് വെച്ചാ പണം ആ സമയത്ത് ഇവനിങ്ങനെ സദക്ക ചെയ്യുന്നു. ഇയാള് തസ്ബീഹ് ചൊല്ലുന്നു, ദിക്റ് ചൊല്ലുന്നു. പടച്ചോനെ, എന്റെ രോഗി, എന്റെ വാപ്പ സോക്കേട് മാറണട്ടോ, നിങ്ങൾ ദ്വാരക്കണട്ടോ എന്ന് പറഞ്ഞ് പട്ടിണി പാവങ്ങളെ കണ്ട് ദാനം ചെയ്യുന്നു. ഇത് കണ്ടപ്പം വൈദ്യന്മാരല്ലേ, കൂട്ടത്തിൽ കുറച്ചും കൂടി ബുദ്ധി സാമർത്ഥ്യം ഉള്ളവനല്ലേ വലിയ വൈദ്യനാകുക. അതുകൊണ്ട് വൈദ്യന് വലിയ സംഘം, വല്ലാത്ത കള്ളനാ പടച്ചോൻ, എന്നെ ഇങ്ങനെ കൊണ്ടുപോകണമെന്നാവോ. ഇദ്ദേഹം പിന്തിരിയാൻ വേണ്ടിയിട്ട് നോക്കി. അയാൾക്ക് സംശയം വർദ്ധിച്ചു. അയാൾക്ക് ആകെ പരിഭ്രാന്തി ഇളകി. അയാൾ ഭ്രാന്തനെ പോലെയായി. എന്തു ചെയ്യും? ബന്റെ ഇന്ന് രക്ഷപ്പെടണല്ലോ എന്ന് എഴുതിയിട്ട് ഈ വിളിച്ചോണ്ടോനോട് കൂടെ തന്നെ പോകാൻ അവൻ നിർബന്ധിതനായി. എന്തേ കാരണം? ഓനും തിന്നണ്ടേ. രോഗിനെ നോക്കിയിട്ട് അവിടെ വല്ലതും കിട്ടിയെങ്കിലല്ലേ തിന്ന. ഫലമ്മാ വസല ഇലദ്ദാർ, ഈ വൈദ്യനെ കൊണ്ടേ ആളും കൂടി വീട്ടിലെത്തിയപ്പോ ഫൈദാഹിയ ഹരിബ, വീട്ടു വിജനമാണ്. ആരും കാണാനല്ല, രോഗിനെയും കാണാനല്ല, ആരും കാണാനല്ല. ഇയാൾ ആകെ വർദ്ധിച്ചു. ഭർത്താവായില്ല. അപ്പൊ ഇയാൾ ഒന്നുകൂടി ശങ്കിച്ചു. ഫഖറജ റജുലുൻ മിനദ്ദാർ, അതാ ഒരു മനുഷ്യൻ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് വരുന്നു. അയാള് ഈ വൈദ്യനെ വിളിച്ചുകൊണ്ട് അയാളെ കണ്ടപാടെ പറഞ്ഞത്, കുറെ വൈകിയെങ്കിലും നല്ലൊരു ഇര കൊണ്ടുവന്നല്ലോ, നല്ലൊരു ഉരുവിനെ കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അയാളെ വരവ്. നല്ലൊരു മനുഷ്യനെ കിട്ടിയപ്പോ ഇത് കേട്ടിട്ട് ഈ വൈദ്യൻ ഓടി. ഇവർ രണ്ടുപേരും കൂടി ഇവന്റെ പിന്നിലോടി. സിറാഅൻ, വളരെ വൈകി ഓടി. വളരെ വിഷമിച്ചിട്ട് ഈ രണ്ടുപേര് പിന്നിലോടുന്നതിന് രക്ഷപ്പെട്ടിട്ടാണ് ആ വൈദ്യൻ പിന്നെ രക്ഷപ്പെട്ടത്. അയാളാണ് ഈ കഥ പറഞ്ഞത് എന്ന് മഹാന്മാരായ ആളുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമാർ. അന്നത്തെ ക്ഷാമം, മനുഷ്യനെ തിന്നുന്ന ക്ഷാമം, മക്കളെ അറുത്തു തിന്നുന്ന ക്ഷാമം, വൈദ്യനെ പിടിച്ചു കൊണ്ടുപോയി സൂത്രത്തിൽ കൊല്ലുന്ന ക്ഷാമം എന്ന് സംഭവിച്ചു. ഹിജറ 697 മിസ്റിൽ സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തുന്നത് ഇമാം നബിയുടെ ഗുരു അല്ലാമ അബൂ ശാമയാണ്. അന്നത്തെ കാലത്ത് ജീവിച്ച മഹാൻ. അദ്ദേഹത്തെ തൊട്ടടുത്ത തലമുറയിൽ ജീവിച്ച മഹാൻ ഇബ്നു കസീർ എന്നിവർ ഉദ്ധരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കാലത്ത് കഴിഞ്ഞു പോയതാണ്.